ഹായ്, ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ഇവാലുവേറ്റ് എൽ ഇൻവേഴ്സ് ഓഫ് 5 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യണം? ഇവിടെ എസിൻ്റെ പവർ 1ഉം എസിൻ്റെ പവർ 2ഉം ആണ്. അപ്പോൾ രണ്ട് സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ എസിൻ്റെ പവർ 1 ആയി നമ്മൾ എ ഡിവൈഡഡ് ബൈ ആയിട്ട് ചെയ്തു. എസിൻ്റെ പവർ 2 ആയി നമ്മൾ എന്ത് ചെയ്യും? ds plus c divided by ആണ്. അപ്പോൾ 5 divided by s plus 2 into s square plus 4 ആണ് നമുക്കുള്ളത്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? which is equal to a divided by 5 അല്ല കേട്ടോ, ഇവിടെ s ആണ്. ഓക്കെ, s divided by s plus 2 into s square plus 4. a divided by s plus 2 plus ds plus c divided by സ്ക്വയർ പ്ലസ് 4 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ആൻഡിയും ബിന്റെയും സിന്റെയും വാല്യൂ കണ്ടുപിടിക്കണം. എല്ലാ സമയത്തും ചെയ്യുന്ന പോലെ തന്നെ ഡിനോമിനേറ്റർ മുകളിൽ ഗുണിച്ചു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും ഗുണിക്കണം. ഇവിടെ ഗുണിച്ചു കഴിഞ്ഞാൽ എസ് മാത്രം ഉണ്ടാവും, മുകളിലും അടിയിൽ വന്നിട്ട് എന്തിട്ട് പോകും? കട്ടായി പോകും. വിച്ച് ഈസ് ഈക്വൽ ടു പിന്നെ എ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 കൂടി ഞാൻ ഇവിടെ ഒന്ന് എഴുതി കാണിച്ചു തരാം. ഇവിടെ എസ് പ്ലസ് 2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4 ആണുള്ളത്. ഇവിടെ എസ് പ്ലസ് 2ഉം എസ് പ്ലസ് 2ഉം കട്ടായി പോയിട്ട് എ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4 ആയിട്ട് ബാക്കിയാവും. പിന്നെ ബി എസ് പ്ലസ് സി ആണെന്നുണ്ടെങ്കിൽ പ്ലസ് ബി എസ് പ്ലസ് സി ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4 എസ് സ്ക്വയർ പ്ലസ് 4 കട്ടായി പോയിട്ട് എസ് പ്ലസ് 2 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ആദ്യം നമുക്ക് എൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് ഇട്ട് എസ് ഈസ് ഈക്വൽ ടു -2 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ -2 പ്ലസ് 2 കൂടി 0 ആയി പോകും. ഈ ടേം മുഴുവൻ എന്തായിട്ട് പോകും? 0 ആവും. അപ്പോൾ എസ് ഈസ് ഈക്വൽ, എസിൻ്റെ വാല്യൂ എന്താണ്? -2 ആണ്. -2 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു -2 സ്ക്വയർ 4 ആണ്. 4 പ്ലസ് 4 എന്ന് വരും. അപ്പോൾ 4 പ്ലസ് 4 8 ആണ്. -2 ഈക്വൽ ടു എ ഇൻറ്റു 8 അഥവാ 8 ദടിക്ക് പോകുമ്പോൾ എ ഈക്വൽ ടു -2 ഡിവൈഡഡ് ബൈ 8 ആയിട്ട് മാറും. അപ്പോൾ -2 ഡിവൈഡഡ് ബൈ 8 ആണ് നമ്മളെ എൻ്റെ വാല്യൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് കണ്ടെടുക്കേണ്ടത് ബിന്റെ സിന്റെ വാല്യൂ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനെ 0 ആക്കാൻ പറ്റൂല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ഉള്ളിൽ ഗുണിക്കുന്നു. അതായത് എസ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് a4 പ്ലസ് ഇതും നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാൽ ബി എസിന്റെ സ്ക്വയർ വരും. ഇതും ഗുണിച്ചു കഴിഞ്ഞാൽ പ്ലസ് 2bs വരും. ഇതും ഗുണിച്ചു കഴിഞ്ഞാൽ പ്ലസ് cs വരും. ഇതും ഗുണിച്ചു കഴിഞ്ഞാൽ പ്ലസ് 2c വരും. ഇവിടെ സ്ക്വയറിന്റെ ടേമുകൾ ഉണ്ട്. സ്ക്വയറിന്റെ ടേമുകൾ തന്നെ ഒരുമിച്ച് ഇതാണ്. എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, ഇവിടെ സ്ക്വയറിന്റെ ടേമുകൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കോമൺ ആക്കി എടുത്തിട്ടുണ്ട്. എ പ്ലസ് ബി എഴുതി. പിന്നെ ഉള്ളത് എസിന്റെ ടേമുകൾ ഉണ്ട്. അപ്പോൾ പ്ലസ് 2b പ്ലസ് സി, 2b പ്ലസ് സി എഴുതിയിട്ട് എസിന് കോമൺ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് പ്ലസ് a4ഉം പ്ലസ് 2c ആണ്. ഈ ഒരു സംഭവം എഴുതി. എല്ലാ ടേംസും ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എസ് സ്ക്വയറിന്റെ ടേമുകൾ ഇക്വേറ്റ് ചെയ്യാം. അതായത് ഇവിടെ സ്ക്വയർ ഇല്ല, അതുകൊണ്ട് എ പ്ലസ് ബി ഈക്വൽ ടു 0 ആണ്. എൻ്റെ വാല്യൂ -2/8 ആണ്. പ്ലസ് ബി ഈക്വൽ ടു 0, ബി ഈക്വൽ ടു പ്ലസ് 2/8 എന്ന് വരും. ഇനി സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ 2b പ്ലസ് സി ഈക്വൽ ടു 1 ആണ്. കാരണം ഇവിടെ എസിന്റെ കോഎഫിഷ്യന്റ് 1 ഉണ്ട്. ഇവിടെ എസ് ഉണ്ട്, കോഎഫിഷ്യന്റുകൾ തമ്മിലാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 2b പ്ലസ് സി ഈക്വൽ ടു 1 എന്ന് എഴുതാം. പിന്നെ ബിന്റെ വാല്യൂ 2/8 ആണ്. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു 2/8 എന്ന് എഴുതാം. പ്ലസ് സി ഈക്വൽ ടു 1. ബാക്കി ഞാൻ ഇവിടെ ഇതുണ്ട്. ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 4 ആണ്. 4/8 പ്ലസ് സി ഈക്വൽ ടു 1 ആണ്. സി ഈക്വൽ ടു 1 മൈനസ് 4/8 എന്ന് വരും. 1 മൈനസ് 4/8 ഈ ഒരു സംഭവത്തിന് അപ്പുറത്ത് കിട്ടും. അപ്പോൾ ഇവിടെ നെഗറ്റീവായി. ഇതൊന്ന് ക്രോസ് ചെയ്ത് നോക്കാം. അപ്പോൾ സി ഈക്വൽ ടു 8 മൈനസ് 8 ഇൻറ്റു 1, അതായത് 8 ഇൻറ്റു 1 പിന്നെ മൈനസ് 1 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 8. അപ്പോൾ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് 8 മൈനസ് 4 എന്ന് പറയുമ്പോൾ 4 വരും. 4 ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ 4/8, അതായത് 1/2 വരും. അപ്പോൾ സിന്റെ വാല്യൂ സി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും.
വേറെ എന്തൊക്കെയാ ഉണ്ടോ? സി ഈക്വൽ ടു എന്താണ് 1/2 എന്ന് വരും. എ ഈക്വൽ ടു -2/8 ആണ്. ബി ഈക്വൽ ടു 2/8. 2/8 വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെറുതാക്കാം. ഇതെങ്ങനെ എഴുതാൻ പറ്റും? ഇതില് 8 എത്ര 2 ഉണ്ട്? 8 4 ഉണ്ട്. അപ്പൊ ഇവിടെ 2 കൊണ്ട് കട്ട് ചെയ്തിട്ട് -1/4 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ +1/4 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ എന്റെ വാല്യൂ -1/4, ബിന്റെ വാല്യൂ 1/4, സിന്റെ വാല്യൂ എവിടെയാ 1/2. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് ഞാൻ എന്റെയും ബിന്റെയും സിന്റെയും വാല്യൂ എന്ത് ചെയ്യണം ഇട്ടെടുക്കാൻ പോവാണ്. ഓക്കെ, ഇനി ഇവിടെ എന്ത് ചെയ്യണം? ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യണം. കാരണം ഈ ഒരു സംഭവത്തിന് ഈക്വൽ ആണ് ഇത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ് A ഡിവൈഡഡ് ബൈ S, A ഡിവൈഡഡ് ബൈ S പ്ലസ് 2 പ്ലസ് ഇവിടെ ഒന്ന് കൂട്ടിയിട്ടുണ്ട് ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് BS പ്ലസ് C ഡിവൈഡഡ് ബൈ S സ്ക്വയർ പ്ലസ് 4. ഓക്കെ, എന്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. എന്റെ വാല്യൂ ഇടുമ്പോൾ അതൊരു കോൺസ്റ്റന്റ് ടേം ആണ്, പുറത്ത് ചെയ്തിട്ടുണ്ട്. എന്റെ വാല്യൂ എന്ന് പറഞ്ഞാല് -1/4 ആണ്. -1/4 പുറത്ത് എഴുതി ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് 1/S പ്ലസ് 2 എന്ന് വരും. L ഇൻവേഴ്സ് ഓഫ് 1/S പ്ലസ് 2 എന്ന് വരും. പിന്നെ പ്ലസ് L ഇൻവേഴ്സ് ഓഫ് ബിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1/4 ആണ്. 1/4 ആണ്. അപ്പോൾ 1/4S വരും. പ്ലസ് സിന്റെ വാല്യൂ 1/2 ഡിവൈഡഡ് ബൈ S സ്ക്വയർ പ്ലസ് 4 എന്ന് വരും. ഓക്കെ, 1/S മൈനസ് എ ഫോമിലാണ്. ഇവിടെ എന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -2 ആണ്. അപ്പൊ -1/4 ഇൻറ്റു e റേസ് ടു -2t ആൻസർ വരുള്ളൂ. പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടേമിനും ഡിനോമിനേറ്റർ കോമൺ ആക്കി കൊടുക്കാം. ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് S/4 എന്ന് എഴുതുകൊണ്ട് കുഴപ്പമില്ല, ഡിവൈഡഡ് ബൈ S സ്ക്വയർ പ്ലസ് 4 പ്ലസ് L ഇൻവേഴ്സ് ഓഫ് 1/2 ഓൾ ഡിവൈഡഡ് ബൈ S സ്ക്വയർ പ്ലസ് 4. ഓക്കെ, ഇതിനെ സോൾവ് ചെയ്യണം. വിച്ച് ഈസ് ഈക്വൽ ടു e റൈസ് ടു -2t ഡിവൈഡഡ് ബൈ 4 പ്ലസ് ഈ 1/4 ഒന്ന് പുറത്തേക്ക് എടുക്കുക. 1/4 പുറത്തേക്ക് കൊടുത്തു അല്ല 1/4 ഉണ്ട് ഇവിടെ. 1/4 പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ S ഡിവൈഡഡ് ബൈ S സ്ക്വയർ പ്ലസ് K സ്ക്വയർ ഫോമുല നമുക്ക് ഇതിന് ഈ 4 നമുക്ക് 2 സ്ക്വയർ ആക്കി എഴുതാൻ പറ്റും. അപ്പൊ എന്താണ്? S ഡിവൈഡഡ് ബൈ S സ്ക്വയർ പ്ലസ് K സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? cos KT ആണ്. cos KT ആണ്. പ്ലസ് 1/4 ഇവിടെ ഉണ്ട്. L ഇൻവേഴ്സ് ഓഫ് 1/2 കോൺസ്റ്റന്റ് ആണ്, ഞാൻ പുറത്ത് എഴുതിയിട്ടുണ്ട്. L ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ S സ്ക്വയർ പ്ലസ് 4 വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? മുകളിലും താഴെയും 2 കൊണ്ട് ഗുണിക്കണം. കാരണം ഇത് അപ്പൊ എന്താവും? K ഡിവൈഡഡ് ബൈ സ്ക്വയർ പ്ലസ് K സ്ക്വയർ ഫോമിലാകും. ഇതൊന്ന് റബ്ബ് ചെയ്തിട്ട് അതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു സംഭവത്തിന് കുറച്ച് മാറ്റം വരുത്തിയിട്ട് ഇങ്ങോട്ട് എഴുതിയെടുത്തിട്ടുണ്ട്. മാറ്റമൊന്നുമില്ല. e റേസ് -2t/4 അതേമാതിരി വെച്ചിട്ടുണ്ട്. കോസ് കെന്റെ വാല്യൂ 2 ആക്കി കൊടുത്തിട്ടുണ്ട്. 4നെ ഡീക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പഴയ പോലെ തന്നെ 1/2 ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ കൊടുത്തത്. ഇവിടെ 4 ആണ്. 4ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 2 സ്ക്വയർ കൊടുക്കാം. അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടിയില്ല? ഇവിടെ കെന്റെ വാല്യൂ നമുക്ക് 2 ആക്കി കിട്ടണം. അപ്പോൾ മുകളിൽ 2നെ ഗുണിക്കുക, ഇവിടെ 2നെ ഗുണിക്കുക. അപ്പൊ എന്ത് വരും? ഇത് K ഡിവൈഡഡ് ബൈ S സ്ക്വയർ പ്ലസ് K സ്ക്വയർ ഫോമിൽ വരും. വിച്ച് ഈസ് ഈക്വൽ ടു e റൈസ് ടു -2t/4 പ്ലസ് cos 2t/4 പ്ലസ് 1/2 ഇൻറ്റു 2 പറഞ്ഞാൽ 1/4 ആണ്. ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് 2 ഡിവൈഡഡ് ബൈ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് sin 2t ആണ്. ഇനി കൂടുതലൊന്നും പറയാമല്ലോ. 3ന്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ നമുക്ക് ഒറ്റ ഒന്നാക്കി എഴുതാൻ പറ്റും. e റൈസ് -2t പ്ലസ് cos 2t പ്ലസ് sin 2t ഡിവൈഡഡ് ബൈ ഓൾ ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതാൻ പറ്റും. ഇതാണ് നമ്മുടെ ഇക്വേഷന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം. തീർന്നതിലൊരു ഹോംവർക്ക് കൂടി തരാനുണ്ട്. ഹോംവർക്കിൽ ചെറിയ ടിസ്റ്റ് ഉണ്ട്. അതായത് പവർ 4 ആണ് വന്നത്. ആ പവർ 4 നമ്മൾ എങ്ങനെ ഈ ഒരു ഫോമൊക്കെ ആക്കിയിട്ട് എഴുതാൻ പറ്റും. ആ ഒരു ഹിന്റ് മാത്രം തരാം. അതിന്റെ ആൻസറിന് എഴുതി തരാം. അതൊന്ന് ചെയ്ത് നോക്കണം. അപ്പൊ ഇതൊന്ന് റെപ്പ് ചെയ്തിട്ട് ആ ഒരു സംഭവം കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഹോംവർക്ക് ക്വസ്റ്റ്യന്. അപ്പൊ ഇതിൽ നമ്മൾ ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞത്. ഇതാണ് നമ്മുടെ ആൻസർ വരിക 1/6√3 ഇൻറ്റു സൈൻ ഓഫ് h3t മൈനസ് സൈൻ ഓഫ് 3t √3t. ഓക്കെ, ഇവിടെ √3 ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ആൻസർ വരിക.
ഇത് ജസ്റ്റ് ഒരു ചേഞ്ച് പറ്റിയാൽ ഇവിടെ പവർ 4 ആണ്. പവർ 4 നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ, അതായത് L ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ ഓൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. മൈനസ് ഇത് 3ന്റെ സ്ക്വയർ ആണ്, ഇതിന് 3 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, 3 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇതിന്റെ പവർ 2 ആയി. ഇത് പറഞ്ഞാല് എക്സ് റേസ് ടു എം ഓൾ റേസ് ടു എൻ ഫോമുല ആണുള്ളത്. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് റേസ് ടു എം ഇൻറ്റു എൻ ആണ് ഫോമുല എഴുതാൻ പറ്റും. എം ഇൻറ്റു എൻ 2 ഇൻറ്റു 2 ഇവിടെ 4 വരും. അപ്പൊ ഇത് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എഴുതാണ് ചെയ്തത്. ഇവിടെ 3ന്റെ സ്ക്വയർ ആണ് 9. ഇനി എന്ത് ചെയ്ത് എന്ത് ഫോമുല? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമുല. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. ഓക്കെ, അപ്പൊ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എനിക്ക് പകരം എ ഈക്വൽ ടു എ സ്ക്വയർ ആണ്, ബി ഈക്വൽ ടു എന്താണ് 3u ആണ്. എ ഈക്വൽ ടു എ സ്ക്വയറും ബി ഈക്വൽ ടു 3u ആണ്. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ, എ സ്ക്വയർ അതായത് എ സ്ക്വയറിന്റെ സ്ക്വയർ അതാണ്. എ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണ്, ബി എന്ന് പറഞ്ഞാൽ 3u ആണ്. അപ്പൊ ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? L ഇൻവേഴ്സ് ഓഫ് എ പ്ലസ് ബി, അതെ 1 ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി പറയുമ്പോൾ എ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു എ സ്ക്വയർ മൈനസ് 3. എന്തുണ്ട് ചെയ്യുക? ഇതിനെ എടുക്കുക, രണ്ടിലും ബി എസ് പ്ലസ് സി എന്ന് കൊടുക്കേണ്ടി വരും. ഈ ടേമിലും ബി എസ് പ്ലസ് സി കൊടുക്കേണ്ടി വരും. കാരണം ഇവിടെ സ്ക്വയർ ഉണ്ട്, ഇവിടെ സ്ക്വയർ ഉണ്ട്. ചെയ്ത് നോക്കുക, ഉത്തരം എങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. 2 ക്വസ്റ്റ്യനും ചെയ്ത് നോക്കണം. ഇതെന്തായാലും ചെയ്ത് നോക്കണം, കാരണം ഇതിൽ ഹൈപ്പർബോളിക് ഫംഗ്ഷന്റെ പ്രസൻസ് ഒക്കെ ഉണ്ട്, ഇവിടെ എച്ച് വരുന്നൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.